എല്ലാവർക്കും നമസ്കാരം. ഒരു വീഡിയോയിലേക്കാണ്. 2 ദിവസം മുമ്പ് നമ്മുടെ പയ്യന്നൂരിനെ പിടിച്ചു കുലുക്കിയ, പയ്യന്നൂരിന്റെ ധാർമ്മികതയെ ചോദ്യം ചെയ്യപ്പെട്ട, നിയമബോധത്തിനെ ചോദ്യം ചെയ്യപ്പെട്ട ഒരു വലിയ പീഡനം അരങ്ങേറിയ വാർത്ത പച്ചവെളിച്ചം പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചിരുന്നു. ആരോഗ്യ ഫിറ്റ്നസ് ക്ലിനിക് ജിമ്മിന്റെ ഉടമ ശരത് നമ്പ്യാർ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ചികിത്സക്കെത്തിയ ഒരു പെൺകുട്ടി നൽകിയ അതീവ ഗുരുതരമായ വിഷയവും മുൻനിർത്തിക്കൊണ്ടാണ്, പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പയ്യന്നൂർ പോലീസ് അദ്ദേഹത്തിനെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തി ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്ത്, അതുപോലെ തന്നെ പോലീസ് കോടതിയിൽ ആ കേസ് എത്തിച്ച് കോടതി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇതൊരു വലിയ നിസ്സാരമായ ഒരു പ്രക്രിയ ആയിട്ട് കാണേണ്ടതില്ല. ഒരു ആരോപണം ഉയർന്ന ഉടനെ തന്നെ ഇത്തരം കടുത്ത നടപടിയിലേക്ക് ഒരു തരത്തിലും പോലീസ് പോകില്ല എന്ന കാര്യം നമ്മൾക്കെല്ലാവർക്കും അറിയാം. ഈ വിഷയത്തില് 2 അഭിപ്രായങ്ങൾ ഉയർന്നതുമായി ബന്ധപ്പെട്ടിട്ട് പച്ചവെളിച്ചം ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ പറഞ്ഞ വിഷയങ്ങളിലേക്ക് പച്ചവെളിച്ചം കടക്കുന്നില്ല. ഈ വിഷയത്തില് വേറെ എപ്പോഴും ഇല്ലാത്തതിനേക്കാൾ കൂടുതൽ ഈ പ്രതിയെ ന്യായീകരിക്കാനും ഇരയെ അപഹസിക്കാനും സംഘടിതമായ ശ്രമങ്ങളുണ്ടായി. അതിന് ജാതിയും രാഷ്ട്രീയവും അതുപോലെ തന്നെ ഇത്തരം അനാശാസ്യ തൽപരരായ ആളുകളും സംഘം ചേർന്ന് ആ ഇരയെ, കുടുംബത്തെ, നിയമവ്യവസ്ഥയെ, സ്ത്രീത്വത്തെ അപമാനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിശക്തമായ പ്രവർത്തനങ്ങൾ നടത്തി. അതിനവർ ഉപയോഗിച്ചത് ഒരു കാലത്തും ഒരാളും ചെയ്യാത്ത ഇരയുടെയും അച്ഛന്റെയും ദൃശ്യങ്ങളടങ്ങിയ CCTV ദൃശ്യങ്ങള് പുറത്തു കൊണ്ടുവന്നു. ചിരിച്ചുകൊണ്ട് പെൺകുട്ടി പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അത് കണ്ട ഒരാളും പറഞ്ഞിട്ടില്ല കുട്ടി ആ വിഷ്വൽ തന്നെ അവിടെ നടന്ന പീഡനത്തിന്റെ ഗ്രാവിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് കുട്ടിയുടെ അസ്വസ്ഥതയിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നാണ് പലരും പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരുപാട് ന്യായീകരണവുമായി ബന്ധപ്പെട്ടിട്ട് വിഷയം വന്നിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പ്രതിയെ അവിടെ എവിടെ പോകാൻ പറ്റൂല, കേസുണ്ട് എന്ന് പറഞ്ഞതിന്റെ വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ അവിടെ എത്തിയ വലിയൊരു സംഘമുണ്ട്. ആ സംഘങ്ങളൊക്കെ തന്നെ അതിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ അവിടെ ആളുകൾ എത്തിയിട്ടുണ്ട്, പിന്തുണക്കാരെത്തിയിട്ടുണ്ട്, പിന്തുണച്ചിട്ടുണ്ട്. ഈ ഇരയുടെ കുടുംബത്തെ സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പോലീസ് ശക്തമായ നടപടിയെടുത്തിട്ട് അവരെയൊക്കെ അതിൽ നിന്ന് ഭയപ്പെടുത്തി പിൻവാങ്ങിപ്പിച്ചിട്ടുണ്ട് എന്നതൊക്കെ പേര് സഹിതം പച്ചവെളിച്ചം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾക്കറിയാം, ഒരു സംഘടിതമായ, നമ്മളെ പോലും വല്ലാത്ത രീതിയിൽ വേദനിപ്പിക്കുന്ന രീതിയിൽ, അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് ഈ CCTV ദൃശ്യം ഈ ശരത് നമ്പ്യാർ എന്ന് പറയുന്ന ഇദ്ദേഹത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത് എന്ന കാര്യവും നമ്മൾക്കറിയാം. അതിൽ മുന്നിൽ നിന്നത് ശരത് നമ്പ്യാരുടെ ഭാര്യയാണ്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സഹോദരനായിട്ടുള്ള വരുൺ നമ്പ്യാരാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ അച്ഛന്റെ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടുള്ള കോൺഗ്രസുമായി ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കുന്നത് എന്ന് കരുതുന്ന പോരാളി കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന, അതോടൊപ്പം തന്നെ നമ്മുടെ pilathra.com എന്ന് പറയുന്ന ഒരു നവമാധ്യമം, വാട്സപ്പ് ഗ്രൂപ്പുകള്, ഫേസ്ബുക്ക് അക്കൗണ്ടുകള്, ഫേസ്ബുക്ക് പേജുകളൊക്കെ ഇദ്ദേഹത്തെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട്, ഇരയെ അപഹസിക്കാൻ വേണ്ടിയിട്ട് ശക്തമായ രീതിയിൽ ഒരേ സ്ഥലത്തു നിന്ന് പ്രചരിക്കുന്ന കണ്ടന്റുകള് എന്ന് പറയുക, വാട്സപ്പ് അക്കാദമി എന്നൊക്കെ പറയാറില്ലേ, അങ്ങനെ ഒരേ സ്ഥലത്തുനിന്ന് തയ്യാറാക്കിയ കണ്ടന്റുകള് ആണ് പല സ്ഥലത്തും പ്രചരിച്ചത് ഈ ദൃശ്യത്തോടൊപ്പം. അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് pilathra.com എന്ന് പറയുന്ന ആ നവമാധ്യമത്തെയാണ്. നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് ഈ പീഡനത്തിലേർപ്പെട്ട ഈ പ്രതിയെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടും ഇരയെ അപഹസിക്കാൻ വേണ്ടിയിട്ടും ആ pilathra.com എന്ന് പറയുന്ന സംവിധാനം മുന്നോട്ട് വന്നത്. ഇച്ചിരി ഉളുപ്പ് വേണം. pilathra.com പറയുന്നത്, ഫോൺ വിളിച്ചിട്ടും പറഞ്ഞിട്ടുണ്ട്, ഇച്ചിരി ഉളുപ്പ് വേണം. കാരണം എന്ന് പറഞ്ഞാല് ഈ pilathra.com പരിപാടി എന്ന് പറഞ്ഞാൽ ഹോപ്പിനെ വെള്ളം പൂശാൻ വേണ്ടിയിട്ട്, ആദ്യം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട്
മുന്നിട്ട് നിന്ന ഒരു സംവിധാനമാണിത്. അതുപോലെ തന്നെ ഇരയുടെ ഒരു കാര്യം അന്വേഷിക്കാതെ ഒറ്റയടിക്കാന്ന് പിലാത്ര.com അതിന്റെ അഡ്മിനൊക്കെ പ്രഖ്യാപിക്കുന്നത് ഈ ശരത് നമ്പ്യാർ എന്ന് പറയുന്നത് മാന്യദേഹമാണ്, ഈ കുട്ടിയാണ് മോശം എന്ന് പറയാൻ ഇച്ചിരി നാണും മാനും ഉളുപ്പ് വേണം. ഇതൊക്കെ നിർത്തണം ഈ പരിപാടി. ഇത്തരം തൽപര കക്ഷികളുടെ അച്ചാരം വാങ്ങിയിട്ട് പ്രവർത്തിക്കുന്ന ഈ അധമമായ മാധ്യമ പ്രവർത്തനം, ഇത് മാധ്യമ പ്രവർത്തനം എന്ന പേരിലല്ല നമ്മൾ വിളിക്കേണ്ടത് എന്നാണ് പിലാത്ര.comനോട് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ ലോട്ടറി അതുപോലെ തന്നെ ലയൺസ് സംഘടനകള് ഇപ്പോൾ എവിടെ എത്തിയിരിക്കുന്നു എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ഡോക്ടർമാരും എഞ്ചിനീയർമാരും അതുപോലെ തന്നെ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ അംഗങ്ങളായിട്ടുള്ള അവരുടെ ഒരു ലിഷർ ടൈം സന്നദ്ധ പ്രവർത്തനത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട ഇത്തരം സംഘടനകളില് ഇപ്പം അതിന്റെ നേതൃത്വത്തിലേക്ക് ഒക്കെ എത്തുന്നത് റിയൽ എസ്റ്റേറ്റുകാരും അതുപോലെ തന്നെ എന്താ പറയല് പിന്നെ അനാശാസ്യ പ്രവർത്തനങ്ങളിലൊക്കെ അടക്കം പെരുദോഷമുള്ള ആളുകളും കളങ്കിത വ്യക്തികളുമാണ് എന്ന കാര്യം നമ്മൾ അറിയണം. ആ കാര്യവും പയ്യന്നൂർ അതീവ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ആ വിഷയം വേറെ ഒരു രീതിയിൽ പച്ചവിളിച്ച ഒരു വീഡിയോ സഹിതം ഇവിടുത്തെ ചില കൊടുക്കലും വാങ്ങലുകളും ഈ റിയൽ എസ്റ്റേറ്റുകാരും അതുപോലെ തന്നെ ഈ ഡോക്ടർമാരും അതുപോലെ തന്നെ ഇങ്ങനെ ഉന്നത സമ്പന്നരായിട്ടുള്ള ലോബിയും ഒക്കെ ചേർന്നുകൊണ്ട് നമ്മുടെ നാട്ടിൽ നടത്തുന്ന റിയൽ എസ്റ്റേറ്റ് അതുപോലെ തന്നെ അധമമായ കാര്യങ്ങളെ കുറിച്ചിട്ട് പച്ചവെളിച്ചം സവിസ്തരം പിന്നീട് പറയും എന്നാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. ഇപ്പോൾ ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടി പോലീസിനും അതുപോലെ തന്നെ വനിതാ കമ്മീഷനും അങ്ങനെയുള്ള സംവിധാനങ്ങൾക്കൊക്കെ തന്റെയും തന്റെ അച്ഛന്റെയും CCTV ദൃശ്യങ്ങള് പൊതുസമൂഹത്തിൽ പ്രചരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തനിക്കും കുടുംബത്തിനും പുറത്തിറങ്ങി നടക്കാൻ വേണ്ടി പറ്റാത്ത സാഹചര്യമുണ്ട്, തന്റെ പഠനത്തെ പോലും അത് ബാധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഇവരൊക്കെ പേരെടുത്തുകൊണ്ട് പോരാളി ഷാജി, ശരത്തിന്റെ ഭാര്യ, അതുപോലെ തന്നെ വരുൺ നമ്പ്യാര്, സഹോദരനായ വരുൺ നമ്പ്യാര്, പിലാത്ര.com തുടങ്ങിയ ഒരുപാട് അക്കൗണ്ടുകൾക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. പലരും ഇപ്പോൾ അതൊക്കെ പൂട്ടിക്കെട്ടിയിട്ട് പോയിട്ടുണ്ട്. പല ആൾക്കാരും ഈ ആഘോഷ കമ്മിറ്റിക്കാരായ പലരും പോസ്റ്റലിലും പിൻവലിച്ചിട്ട് പോയിട്ടുണ്ട്. വരുൺ നമ്പ്യാർക്കെതിരായിട്ടും ശരത് നമ്പ്യാരുടെ ഭാര്യക്കെതിരായിട്ടും പോലീസ് കേസെടുത്തിട്ടുണ്ട്. മറ്റുള്ളവരൊക്കെ അന്വേഷണത്തിന്റെ പരിധിയിലാണ്. ഈ കുട്ടിയെയും കുടുംബത്തെയും അവകാശിക്കാൻ വേണ്ടി തയ്യാറായ മുഴുവൻ ആളുകളെയും വ്യാജ പ്രചരണം നടത്തിയിട്ടുള്ള മുഴുവൻ ആളുകളെയും CCTV ദൃശ്യം പ്രചരിപ്പിച്ച മുഴുവൻ ആളുകളെയും പോലീസ് കണ്ടെത്തിയിട്ട് മാതൃകാപരമായിട്ട് ശിക്ഷിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാവണം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിന്റെ പിറകിൽ പച്ചവെളിച്ചം സഞ്ചരിക്കും. അങ്ങനെ എന്തിനേയും ഏതിനേയും ന്യായീകരിച്ച് കളയാം, തങ്ങളുടെ താല്പര്യത്തിന് തങ്ങളുടെ സ്വന്തക്കാരന് വേണ്ടിയിട്ട് എന്ന ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ കേസോട് കൂടിയിട്ട് ഇല്ലാണ്ടാവണം എന്നാണ്, പയ്യന്നൂരിലെങ്കിലും ഇല്ലാണ്ടാവണം എന്നതാണ് പച്ചവെളിച്ചത്തെ നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. വേറൊരു കാര്യം പറയാം. ഈ നമ്മുടെ ശരത് നമ്പ്യാര് ചെറിയ മീനല്ല. ശരത് നമ്പ്യാർക്ക് ഇവിടെ ഫാൻസ് ഒക്കെ ഇപ്പൊ പലരും പിൻവാങ്ങിയിട്ടുണ്ട്. ആദ്യം പറഞ്ഞിരുന്നത് എന്താ വെച്ചാല് ഇത് നടക്കാത്ത കാര്യമാണ്. ഇത് എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിനെതിരെയുള്ള ഒരു ചീറ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിന് പിന്നിൽ പല ആളുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ വെള്ളപൂശാനും, എന്നാൽ അദ്ദേഹത്തിന് ഡിഗ്രി ഇല്ല, അതുപോലെ തന്നെ അദ്ദേഹത്തിന് മറ്റുള്ള പരാതികളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇതിൽ അദ്ദേഹം നിഷ്കളങ്കനാണ് എന്നൊക്കെ പറഞ്ഞു വന്ന പലരും ഒരു കാര്യത്തിൽ അവർക്ക് ബോധ്യം വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് ഡിഗ്രി ഇല്ല എന്നൊക്കെ അവർക്കറിയാം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ എതിരെ പല പരാതികളുമുണ്ട് എന്നൊക്കെ അവർക്കറിയാം. അതൊക്കെ അവര് നമ്മളോടൊക്കെ പങ്കുവെച്ചിട്ടുമുണ്ട്. പക്ഷെ ഇപ്പോൾ അവർക്ക് തിരിഞ്ഞു ഇതിലും കാര്യമായ വിഷയങ്ങളുണ്ട്. വെറുതെയല്ല പോലീസ് ശക്തമായ നടപടി സ്വീകരിച്ചിട്ട് ശരത് നമ്പ്യാര് റിമാൻഡിൽ കിടക്കുന്നത് എന്ന ബോധ്യം അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പച്ചവെളിച്ചമെടുത്ത നിലപാടിന് വലിയ പിന്തുണയാണ് പൊതുസമൂഹത്തിൽ നിന്നുണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ അമ്മമാര്, സഹോദരിമാര് എന്നെ നിരന്തരമായി വിളിക്കുകയും പുറത്തു വെച്ച് കണ്ടു കഴിഞ്ഞാൽ അവര് പച്ചവെളിച്ചത്തിനോട് പറഞ്ഞ കാര്യങ്ങളും നൽകിയ പിന്തുണയും ഈ പോരാട്ടത്തിന് കരുത്ത് പകരുന്നതാണ് എന്നാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. വേറൊരു കാര്യം കൂടെ,
പിന്നെ പോലീസ് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ശരത് നമ്പ്യാർക്കെതിരെ നിരവധി ആരോപണങ്ങള് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പൊതുസമൂഹത്തോട് പറയാനുള്ളത്, ഇദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും പരാതി ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആ പറയുന്നവരെ പിന്തുണക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവണം. കാരണം എന്ന് പറഞ്ഞാൽ ഒരു പരാതി കൊടുത്ത കുട്ടിയെ, ആ കുടുംബത്തെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ അപമാനിച്ച് മൂലക്കിരുത്താൻ വേണ്ടി ശ്രമിച്ചവര് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്തരം ഗുരുതരമായ പരാതികള് നാളെ നിങ്ങളുടെ വീട്ടിലുണ്ടായാൽ പോലും ആരെങ്കിലും ഇത്തരം പരാതിയുമായിട്ട് മുന്നോട്ട് പോയാല് അവരെ ഇല്ലാതാക്കുന്ന സമീപനമാണ് വരാൻ വേണ്ടി പോകുന്നത് എന്ന ഒരു ധാരണ നമ്മൾക്ക് ഉണ്ടായാൽ, സമൂഹത്തിനുണ്ടായാൽ ഒരു പീഡനത്തിനെതിരായിട്ടുള്ള പരാതിയും പുറത്തു വരില്ല എന്ന കാര്യം നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് പൊതുസമൂഹം പച്ചവെളിച്ചത്തിന് ശ്രദ്ധയിൽപ്പെടുന്ന മുഴുവൻ കാര്യങ്ങളും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തും. പല പരാതികളും ഉണ്ട്, ഇതൊരറ്റം മാത്രമാണ്, പല പരാതികളുമുണ്ട് എന്ന ഒരു കാര്യം സമൂഹത്തിൽ നിരന്തരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ശരത് നമ്പ്യാറിന്റെ ആദ്യത്തേതല്ല എന്നതും കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ രീതിയിലുള്ള പീഡനങ്ങൾ ഇവിടെ അരങ്ങേറിയിട്ടുണ്ട് എന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇതിനൊക്കെ വ്യക്തമായി തെളിവ് പറയാത്തത് നമ്മുടെ കയ്യില് അവര് നേരിട്ടിട്ട് അത്തരം തെളിവുകൾ തരാത്തത് കൊണ്ടാണ്. ആർക്കെതിരെ എന്തും പറയാം. അത് തെളിവായി വന്ന് പരാതിയായി വന്നു കഴിഞ്ഞാല് മാത്രമേ ഇത്തരം നടപടികൾ ശക്തമാകൂ. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, പൊതുസമൂഹത്തിലെ പലരും അതുപോലെ തന്നെ ഇവരുടെ ഫാൻസുകാരും സമ്മതിക്കുന്ന ഒരു കാര്യം ഉണ്ട്, ശരത് നമ്പ്യാർ ചെറിയ മീനല്ല എന്ന കാര്യം എല്ലാവർക്കും ബോധ്യമുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയത്തിന്റെ പേരില്, അതുപോലെ തന്നെ ജാതിയുടെ പേരില്, അതുപോലെ തന്നെ ഒരേ തൂവൽ പക്ഷി എന്നുള്ള രീതിയില് ഇത്തരം കാര്യത്തെ നിങ്ങള് പിന്തുണക്കുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യോ എന്ന കാര്യം നിങ്ങൾ ചിന്തിക്കണം. അതോടൊപ്പം തന്നെ ഇരക്കെതിരായിട്ട് നിങ്ങൾ നീങ്ങിയാല് രാഷ്ട്രീയത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, കുടുംബത്തിന്റെ പേരിൽ ഇതേ ഗണത്തിൽപ്പെടുന്നവർ എന്നുള്ള അവര് കളങ്കിത വ്യക്തികള് പിന്നെ ശരത് നമ്പ്യാരെ പിന്തുണക്കുകയൊക്കെ ചെയ്തു. അത് രഹസ്യമായി പിന്തുണച്ച, പരസ്യമായിട്ട് ആ പെൺകുട്ടിയുടെ കുടുംബത്തെ, ആ പെൺകുട്ടിയെ പിന്തുണക്കുന്ന ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുള്ള ആ നാടിനെ പിന്നെ അപഹസിക്കാൻ വേണ്ടി തയ്യാറായാല് എല്ലാവരോടും പറഞ്ഞേക്കാം, ഒറ്റ ഒന്നിനെ ഇവിടെ വിടില്ല. എല്ലാത്തിനെയും എതിരായിട്ട് ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി നാടൊരുങ്ങിയിട്ടുണ്ട്. അവരുടെ മുന്നിലും പിന്നിലും നിന്നുകൊണ്ട് അവരെ സഹായിക്കാൻ പച്ചവെളിച്ചം ഒരുങ്ങിയിട്ടുണ്ട് എന്ന കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു മടിയും ഇല്ല. അതുപോലെ തന്നെ ഈ വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഈ ആരോഗ്യ ഫിറ്റ്നസ് ക്ലിനിക്ക്, ജിമ്മ്, പിന്നെ അവിടെ എത്തുന്ന പലരും നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് നാട്ടിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ചില തരുണീ മണികള് എന്റെ ശരത്തേട്ടൻ അങ്ങനെയല്ല, എന്റെ ശരത്തേട്ടൻ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയാണ് എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പല ആളും പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്, പല ആളും ഇപ്പൊ അതൊക്കെ പിൻവലിച്ചിട്ടുണ്ട്. അവരൊക്കെ നമ്മുടെ നാട് കാണുന്നുണ്ട്. അതുപോലെ ശരത് നമ്പ്യാരുടെ പ്രൊഫൈലിലെ പല വീഡിയോസും പച്ചവെളിച്ചത്തിന് ആളുകൾ അയച്ചു വന്നിട്ടുണ്ട്. അതിലൊക്കെ ചില സ്ത്രീകളുടെ ശരീരഭാഗങ്ങളൊക്കെ എങ്ങനെയാണ് ശരത് നമ്പ്യാർ ചിത്രീകരിച്ചിട്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യ എന്ന് പറയുന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഇട്ടിട്ടുള്ളത് എന്ന് നോക്കിയാൽ തന്നെ അറിയാം. അതിലുള്ള പല വീഡിയോകളും ചിത്രങ്ങളും തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഈ കേന്ദ്രത്തെ നമ്മൾ എങ്ങനെ കാണണം എന്നത്, ആ കാര്യവും നമ്മുടെ നാട്ടുകാര്, പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടണം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പല പരാതികളും ഇവിടെ ഗുരുതരമായ പരാതികളും ഇവിടെ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാല് അത്തരം കുടുംബങ്ങളെ, സ്ത്രീകളെ ഒരു തരത്തിലും ഒറ്റപ്പെടുത്താൻ നാട് അനുവദിക്കില്ല. അതുപോലെ തന്നെ മാധ്യമങ്ങൾ അനുവദിക്കില്ല. പച്ചവെളിച്ചം എന്ന് പറയുന്ന മാധ്യമം നിങ്ങളുടെ മുന്നിലും പിന്നിലും ഉണ്ടാകും. അതുകൊണ്ട് എന്തെങ്കിലും തിക്ത അനുഭവങ്ങള് ഈ ശരത് നമ്പ്യാർക്കെതിരായിട്ട്, അതുപോലെ തന്നെ മറ്റുള്ളവർക്കെതിരായിട്ട്, ഇതിനെ സഹായിക്കാനുണ്ടായിട്ടുള്ള ആളുകൾക്കെതിരായിട്ട്, പലർക്കെതിരായിട്ടുള്ള പരാതികൾ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. മുഴുവൻ പരാതികളും നിങ്ങൾ പോലീസിന് കൊടുക്കാൻ വേണ്ടി തയ്യാറാവണം. അതുപോലെ തന്നെ പോലീസിനോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പോലീസ് ഇവിടെ ഇതിലെടുത്ത നിലപാട് അഭിനന്ദിക്കുന്നതാണ്, ധീരമായ നിലപാടാണ്. ചില എതിർ രാഷ്ട്രീയക്കാര് പോലും പിന്നെ കുടുംബത്തെ സമാശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്
അവരുടെ കണ്ണീരൊപ്പം ചേരാൻ വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പ്രതിയുടെ കുടുംബ വീട്ടിലൊക്കെ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാം. പൊട്ടിക്കരയുകയാണ് സങ്കടം വന്നിട്ട്. അതും നാട് ചർച്ച ചെയ്യുന്നുണ്ട്. വിപ്ലവ സിംഹങ്ങളൊക്കെ വീടുകളിൽ പോയിട്ട് പീഡിപ്പിക്കപ്പെട്ട് ജയിലിലായ ആ പ്രതിയുടെ വീട്ടിൽ പോയിട്ട് സമാശ്വസിപ്പിക്കാൻ വേണ്ടി പോയ കാര്യങ്ങൾ നമ്മളെ നാട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്ന കാര്യവും ഉളുപ്പില്ലാത്ത നിങ്ങളൊക്കെ മനസ്സിലാക്കണമെന്നാണ് പറയാനുള്ളത്. ഇതിന്റെ പേരില്, ഇത് പറഞ്ഞതിന്റെ പേരില് കുറച്ച് ആളുകളൊക്കെ എന്നോട് പല ആളും ചോദിക്കുന്നുണ്ടായിനി, ഈ ടീം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തമാണ്, ഇവരൊന്നും പഠിക്കാൻ തീരുമാനിച്ചിട്ടേ ഇല്ല. ഇവരെല്ലാം എങ്ങനെ വന്നാലും ഏത് രീതിയിൽ വന്നാലും അതിനെ നേരിടാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. പല കാര്യങ്ങളും ഈ രണ്ടാമത്തെ വീഡിയോയിൽ പലതും പറഞ്ഞിട്ടില്ല. ഇത് പൊതുവായിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. പല കാര്യങ്ങളും പറയാനുണ്ടത്രേ. തുടർ വീഡിയോകൾ ഉണ്ടാകും. അതുകൊണ്ട് ഇത് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞേക്കാം. ഇവർക്കെതിരെ, ഈ പയ്യന്നൂരിലെ സ്ത്രീ പീഡകരായിട്ടുള്ള ആളുകൾക്കെതിരെ, ഈ കൊട്ടേഷൻ ടീമിനെതിരെ, ഈ സന്നദ്ധ പ്രവർത്തനത്തിന്റെ പേരില് പല സംഘടനകളിലും അംഗമായിട്ടുള്ള ലയൺസ്, റോട്ടറി തുടങ്ങിയ ഒരുപാട് സംഘടനകളുണ്ടല്ലോ. ആ സംഘടനകളൊക്കെ അംഗമായിട്ട് നാടിനെ കളങ്കപ്പെടുത്തുന്ന ഈ തെമ്മാടി കൂട്ടങ്ങളെ, എല്ലാവരും അങ്ങനെയല്ല പറയുന്നത്, അതിലുള്ള ആളുകളെ തുറന്നു കാട്ടാൻ വേണ്ടിയിട്ട് അവരിൽ നിന്ന് ഏതെങ്കിലും തരത്തില് പീഡനമേറ്റു വാങ്ങിയ സഹോദരിമാര്, നിങ്ങള് ഒരാളും പഠിക്കേണ്ടതില്ല. നിങ്ങൾ അറിയുക, ഇവരേറ്റവും ഒക്കെ പിൻവലിഞ്ഞു. ഈ സമ്പന്നനായിട്ടുള്ള ഇവർക്ക് വേണ്ടിയിട്ട് ജുഗോ വിളിച്ചെത്തിയ മുഴുവൻ ആളുകളും മാളത്തിൽ പോയി. ഇപ്പം വീട്ടുകാരാണ് ചില ആൾക്കാര്, ചില അടിയോടിമാര്, വിനീത് എം അടിയോടി എന്ന് പറയുന്നവനൊക്കെ കുടുംബക്കാരൻ, അവനൊക്കെയാണ് ന്യായീകരിക്കുന്നത്. അവനോടൊക്കെ പറഞ്ഞേക്കാം, എനക്കെതിരെന്തോ ഉണ്ട്, എനക്കെതിരെല്ലാം നീ കൊടുക്കണം. എനക്കെതിരെ എന്തുണ്ടെങ്കിലും, നീ അല്ല ആരെങ്കിലും എനക്കെതിരെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ വേണ്ടി തയ്യാറാവണം. അതൊക്കെ ആ അർത്ഥത്തില് സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കാനും അതിനൊക്കെ ആ രീതിയിൽ നേരിടാനും നിയമത്തെ അംഗീകരിക്കാനും പച്ചവെളിച്ചം തയ്യാറാണ്. ഒരു ദയാദാക്ഷിണ്യവും പച്ചവെളിച്ചത്തിനോട് ഈ വിഷയത്തിൽ എന്നല്ല ഏത് വിഷയത്തിലും ഒരാളും കാണിക്കേണ്ടതില്ല എന്നതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്കൊക്കെ ഉള്ളത് വെയ്യേ വരും എന്ന കാര്യവും നിങ്ങളോടൊക്കെ പറഞ്ഞേക്കാം. ഈ വിഷയത്തില് ഈ കുട്ടിയുടെ കൂടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു നിന്ന ആ കുടുംബത്തെ, ഈ ധീരമായ നിലപാട് സ്വീകരിച്ച ആ കുട്ടിയെ, അവരോട് കൂടെ സഞ്ചരിച്ച ആ നാടിനെ ഒക്കെ അഭിനന്ദിക്കുന്നു. അവരെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ വേണ്ടി തയ്യാറാവുന്നു. അവരുടെ പോരാട്ടം തുടരും. മുഴുവൻ ആ കുട്ടിയുടെ CCTV ദൃശ്യങ്ങള് പ്രചരിപ്പിച്ച മുഴുവൻ സ്ത്രീകളടക്കമുള്ള, ഈ ശരത് നമ്പ്യാരുടെ ഭാര്യ ഒന്നുമല്ല, പല സ്ത്രീകളും അതൊക്കെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അവരൊക്കെ നമ്പറിട്ട് എണ്ണിയിട്ട് തടി പറക്കിയിട്ട് അവരുടെ പേരിൽ കേസെടുക്കാൻ വേണ്ടി പയ്യന്നൂർ പോലീസ് തയ്യാറാവണം. അതിന് അവർ തയ്യാറായിട്ടില്ലെങ്കിൽ പച്ചവെളിച്ചം കോടതിയെ ഈ വിഷയത്തിൽ സമീപിക്കുമെന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഒരാളും സ്ത്രീകളുടെ ദേഹത്ത് കൈവെക്കേണ്ടതില്ല എന്ന കാര്യം പയ്യന്നൂരിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട്, പയ്യന്നൂരിലെ അധമമായ സഞ്ചാരത്തിലേർപ്പെട്ട തരുണീമണികൾക്കും അതുപോലെ തന്നെ അതൊക്കെ ആസ്വദിക്കുന്ന ഒരു ഗൂഢസംഘത്തിനുമുള്ള ഒരു പോരാട്ടമായിട്ട് ഈ കേസിനെ കാണാനാണ് പച്ചവെളിച്ചം ആഗ്രഹിക്കുന്നത്. എല്ലാവരെയും നോട്ടിട്ട് വെച്ചിട്ടുണ്ട് പയ്യന്നൂരിലെ ജനങ്ങള്. ആരാണ് അവിടെ സ്പെഷ്യൽ ക്ലാസ്സിന് പോകുന്നത്, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നത് അതിന് തൊട്ട് താഴെ പോയിട്ട് ചോദിച്ചാൽ മതി. അതുപോലെ തന്നെ അവിടെയുള്ള മുഴുവൻ CCTV ദൃശ്യങ്ങളും പരിശോധിക്കാൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ടവർ തയ്യാറാവണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. സ്ത്രീ പീഡകന്മാരെ ജാഗ്രത. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ പയ്യന്നൂരിലെ പോലീസ് സ്റ്റേഷനില് ഈ സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പ്രത്യേക ഡെസ്ക് തന്നെ സ്ഥാപിക്കേണ്ട രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് അറിഞ്ഞു വരുന്നത്. അങ്ങനെ വന്നാൽ ആ ഡെസ്ക് ഇവിടെ തയ്യാറാക്കണം. അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും പച്ചവെളിച്ചം നൽകും. അവരെ കൂടെ മുന്നിലും പിന്നിലും ഉണ്ടാകും. ആരില്ലെങ്കിലും എന്ന് പറഞ്ഞുകൊണ്ട് അമ്മമാർക്ക്, സഹോദരിമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. പച്ചവെളിച്ചത്തിനു വേണ്ടി രാജീവൻ പച്ച.